അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു കുട വാങ്ങിയത് കൊണ്ട് ജീവിതം തന്നെ മാറി മറിഞ്ഞ ഒരു യുവാവിൻ്റെ കഥ. ഈ കഥയിലെ കഥാപാത്രങ്ങൾ തികച്ചും സാങ്കല്പികം മാത്രം. അതെ, നമ്മുടെ കഥയിലെ നായകന്റെ പേര് ആമിർ. വെറുമൊരു കുട വാങ്ങിയതുകൊണ്ട് തൻ്റെ ദാരിദ്ര്യ ജീവിതത്തിൽ നിന്നും ഒരു മാറ്റം സംഭവിച്ച ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ. ഈ കഥ നടക്കുന്നത് അമേരിക്കയിലെ ഒരു സ്ഥലത്താണ്. ആമിർ ഒരു രോഗിയായ എന്നാൽ സുമുഖനും സുന്ദരനുമായ ഒരു ചെറുപ്പക്കാരനായിരുന്നു. അദ്ദേഹം ഒരു ദിവസം സ്ട്രീറ്റിലൂടെ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ്, ഹലോ മിസ്റ്റർ, ഈ കുട നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ എനിക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ എനിക്ക് കുറച്ച് പണം ആവശ്യമായിരുന്നു. ആമിർ അപ്പോൾ ആ വ്യക്തിയോട് പറഞ്ഞു, എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല, പിന്നെ അതുമല്ല എനിക്ക് നിങ്ങളെ പരിചയമില്ല, അതുകൊണ്ട് എൻ്റെ കയ്യിലാകെ $3 ഉള്ളൂ. അത് തന്നു കഴിഞ്ഞാൽ ഞാൻ പട്ടിണിയാവും. ആമിറിന്റെ വാക്കുകൾ കേട്ട് അയാൾ വളരെ ദുഃഖിതനായി. അല്ല സഹോദര, എനിക്ക് ഭക്ഷണം, ഞാൻ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് 2 ദിവസമായി. എനിക്ക് നിങ്ങൾ ഈ കുട വാങ്ങിയിട്ട് എങ്ങനെയെങ്കിലും നിങ്ങൾ എനിക്ക് പൈസ തരും. ആമിർ സമ്മതിച്ചില്ല. ഇല്ല, ഒരിക്കലും എനിക്ക് പരിചയമില്ലാത്ത ഒരാൾക്ക് ഞാൻ എൻ്റെ പൈസ കൊടുക്കില്ല. അങ്ങനെ അയാൾ വീണ്ടും ആമിറിനോട് കേണുകൊണ്ടേയിരുന്നു, നിങ്ങൾ എങ്ങനെയെങ്കിലും ഇത് വാങ്ങണം, എനിക്ക് വിശന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ വീഴും, എങ്ങനെയെങ്കിലും ഇത് വാങ്ങണം. അങ്ങനെ മനസ്സോടുകൂടി ആമിർ അയാൾക്ക് ആമിറിന്റെ കയ്യിലുണ്ടായിരുന്ന ആ പൈസ അങ്ങനെ കൊടുക്കുകയാണ്. നിങ്ങളൊരു കാര്യം ചെയ്യും, ഏതായാലും ഈ പൈസ വാങ്ങും, എന്നിട്ട് ഭക്ഷണം എന്തെങ്കിലും കഴിക്കും, എനിക്ക് ഈ കൂടെ വേണ്ട. നിങ്ങൾ ഈ കൂടെ ആർക്കെങ്കിലും വിറ്റിട്ട് ആ പൈസ നിങ്ങൾ എടുത്തോളൂ. ആമിറിന്റെ നല്ല മനസ്സ് ആ വ്യക്തിയിൽ എന്തോ ഒരു ആകർഷണം ഉണ്ടാക്കി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്താണ് ഈ കുട വാങ്ങാത്തത്? അപ്പോൾ ആമിർ പറഞ്ഞു, എനിക്ക് വേണ്ട, എനിക്ക് ഈ കുട വേണ്ട, നിങ്ങൾ വേറെ ആർക്കെങ്കിലും കൊടുത്തോളൂ. എനിക്ക് ആവശ്യമുള്ള ഒരു സമയമുണ്ടായിരുന്നു ഈ കുടക്ക്, ഇപ്പോൾ എനിക്കിത് ആവശ്യമില്ല. അപ്പോൾ ആ വന്ന ആൾ ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ കഥ, ഒന്ന് പറയൂ. ആമിറിന്റെ കഥ അയാളോട് പറയാൻ സമ്മതിച്ചില്ല. അങ്ങനെ അയാൾ നിർബന്ധിച്ചു, നിങ്ങൾ പറയൂ, ആദ്യം നിങ്ങളുടെ പേരെന്താ പറയും. അങ്ങനെ ആമിറാണെന്നും പിന്നെ അവിടെയാണ് താമസമെന്നും അറിയിച്ചപ്പോൾ ആമിർ അങ്ങനെ പതുക്കെ അവന്റെ കഥ ആ സ്ട്രേഞ്ചറോട് അങ്ങനെ പറയുകയാണ്. അപ്പോൾ അയാൾ ചോദിച്ചു, നിങ്ങൾ എന്താണ് എനിക്ക് പൈസ തരാനുള്ള കാരണം? ആമിർ പറഞ്ഞു, എനിക്ക് എൻ്റെ കഥ നിങ്ങൾ കേട്ടാൽ നിങ്ങൾ ശരിക്കും നിങ്ങൾ കരഞ്ഞു പോകും. അങ്ങനെ ആമിർ തൻ്റെ ചെറിയ കഥ, ജീവിത കഥ അയാളോട് അങ്ങനെ പറയുകയാണ്. തീരാത്ത ദുഃഖത്തിൻ്റെ മാറാപ്പുമേന്തിക്കൊണ്ട് കണ്ണീരിൻ കടലിടുക്കിൽ നീന്തി ഞാൻ, കാണാത്ത ദൂരത്താ തീരത്തെന്നെ എത്തിച്ചുവോ സർവാധിനാഥനായ റബ്ബേ, സർവാധിനാഥനായ റബ്ബേ.
തീരാത്ത ദുഃഖത്തിൻ്റെ മാറാപ്പുമേന്തിക്കൊണ്ട് കണ്ണീരിൻ കടലിടുക്കിൽ നീന്തി ഞാൻ കാണാത്ത ദൂരത്താ തീരത്തെന്നെ എത്തിച്ചുവോ സർവാധിനാഥനായ റബ്ബേ, സർവാധിനാഥനായ റബ്ബേ. ഞാൻ ഒരിക്കൽ ഇതുപോലെ ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി പലരോടും യാചിച്ചു. ആരും എന്നെ സഹായിച്ചില്ല. ഞാനന്ന് വിശന്നുകൊണ്ട് ഞാൻ പൊട്ടി കരഞ്ഞു. കാരണം എനിക്ക് മാതാപിതാക്കളില്ല. എൻ്റെ മാതാപിതാക്കൾ എന്നെ ചെറുപ്പത്തിൽ തന്നെ ഉപേക്ഷിച്ചു പോയി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ പിതാവ് എന്നെ കുറച്ചു കാലം നോക്കി. പക്ഷേ അദ്ദേഹത്തിനും ഞാൻ ഒരു ബാധ്യത ആണെന്ന് പറഞ്ഞ് അദ്ദേഹവും എന്നെ ഉപേക്ഷിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ പിതാവിന് ഒരു രോഗം പിടിപെടുന്നത്. ആദ്യം അത് നെഞ്ചിലാണ് വന്നത്. ആദ്യം ഒരു ചെറിയ ചൊറിച്ചിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ആ ചൊറിച്ചിൽ അങ്ങനെ വലുതായി നെഞ്ചിന് താഴേക്ക് വരാൻ തുടങ്ങി. അതുപോലെ തന്നെ കാലിലും. ആദ്യം എൻ്റെ പിതാവിനെ ഒരു ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇത് വെറുമൊരു അലർജി മാത്രമാണെന്നാണ്. പക്ഷേ അത് കൂടുതൽ ചെക്കിംഗ് നടത്തിയപ്പോൾ മനസ്സിലായി ഇതൊരു മാറാരോഗമാണ്. അങ്ങനെ ചെക്കിംഗ് ആ സമയത്ത് മെഡിസിൻ വാങ്ങാനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ട് അതങ്ങനെ ശരീരമാകെ വ്യാപിച്ചു. അദ്ദേഹം വലിയൊരു രോഗിയായി മാറി. പക്ഷേ ഇന്ന് എനിക്കും അതുപോലെ എൻ്റെ അതേ ഭാഗത്ത് എനിക്ക് അലർജി വന്നിരിക്കുന്നു. എനിക്കും ഇടക്കിടക്ക് ചൊറിച്ചിൽ വരികയാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. എനിക്ക് ഒരു നേരത്തെ മരുന്ന് വാങ്ങാൻ പോലുമുള്ള പൈസ എൻ്റെ കയ്യിലില്ല. 2 വർഷം മുമ്പ് ഇതുപോലെ ഒരു നട്ടുച്ച സമയത്ത് ഞാൻ നടന്നു പോകുമ്പോൾ സൂര്യൻ്റെ ആഘാതമേറ്റുകൊണ്ട് എനിക്ക് ആ അലർജി എനിക്ക് കൂടി വന്നു. ആമിറിൻ്റെ ഈ കഥ കേട്ട് അയാൾ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് ഒരു ജോലിക്ക് ശ്രമിച്ചില്ല? നിങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ടല്ലോ. അതെ, എന്നെ കാണാൻ നല്ല ആരോഗ്യവാനാണ്, സുമുഖനാണ്, സുന്ദരനാണ്. പക്ഷേ എനിക്ക് കൂടുതൽ സമയം ജോലി ചെയ്യാൻ കഴിയില്ല. എനിക്ക് ജോലി കിട്ടിയത് നല്ല ചൂടുള്ള വെയിലുള്ള ഒരു സ്ഥലത്തായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ ജോലി ചെയ്യാൻ കഴിഞ്ഞില്ല. 2 വർഷം മുമ്പ് ഏകദേശം 6 മാസത്തോളം ഞാനിവിടെ ജോലി ചെയ്തു. എങ്കിലും എൻ്റെ ആ ജോലിയിൽ നിന്ന് എൻ്റെ മുതലാളി എന്നെ പിരിച്ചുവിട്ടു. അതിനുശേഷം എന്നെ ആരും ജോലിക്ക് വിളിച്ചില്ല. കാരണം എനിക്ക് ഇടക്കിടക്ക് ഈ നെഞ്ചിൻ്റെ ഭാഗത്ത് എനിക്ക് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേ വരും. അതുകൊണ്ട് ഞാൻ ഈ ചൊറിയുന്നത് ആർക്കും തന്നെ ഇഷ്ടമില്ല. എനിക്ക് ഒരു ഹോട്ടലിലായിരുന്നു, ഒരു റെസ്റ്റോറൻറ്റിലായിരുന്നു എനിക്ക് ജോലി കിട്ടിയിരുന്നത്. ഞാൻ ജോലിക്ക് കയറിയ അന്ന് എന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനപ്പോൾ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിരുന്നു. എനിക്കാണെങ്കിൽ അതീവ സൗന്ദര്യവും നല്ല ആരോഗ്യമുള്ള ഒരു യുവാവ്. എന്നെ കണ്ടാൽ ആരും തന്നെ ഒന്ന് നോക്കിപ്പോവും. കതിർ കത്തും മുഖഭംഗി തെളിയുന്നേ, അപ്പോൾ കുഴലിയാളാസിയ ചിരിക്കുന്നേ. 14 രാവിൻ്റെ മിഴി പോലെ എന്നിൽ കതിരൊന്നു എനിക്കല്ല നൽകിയില്ലേ. കതിർ കത്തും മുഖഭംഗി തെളിയുന്നേ, അപ്പോൾ കുഴലിയാലാസിയ ചിരിക്കുന്നേ. മോദി കുത്തി ഇതാ ഞാൻ വരുന്നല്ലോ, അപ്പോൾ സൗന്ദര്യം എന്നിലാകെ വിതയ്ക്കുന്നേ. സുന്ദരനം സുമുഖനം ഞാനെന്നും അപ്പോൾ നിറയുന്ന കാലത്ത് വന്നിടുന്നേ. കതിർ കത്തും
കതിർ കത്തും മുഖഭംഗി തെളിയുന്നേ, അപ്പോൾ കുഴലിയാസിയ ചിരിക്കുന്നേ. എന്നെ കണ്ടാൽ പുഞ്ചിരിക്കാത്ത സ്ത്രീകളുണ്ടായിരുന്നില്ല. അത്രയും സൗന്ദര്യവാനായിരുന്നു ഞാൻ. എന്തു ചെയ്യാം? പക്ഷേ വിധിക്കൂ, ഞാൻ എൻ്റെ ആരോഗ്യം എന്നെ തളർത്തി. അങ്ങനെ നമ്മുടെ ആമിറിൻ്റെ കഥ കേട്ട ആ സഹോദരൻ ആമിറിനെ ഒരു ഹോട്ടലിലേക്ക് വിളിച്ചു കൊണ്ടുപോവുകയാണ്. അദ്ദേഹം ആമിറിന് കുടിക്കാൻ ചായയും അതുപോലെ തന്നെ ജ്യൂസുമെല്ലാം വാങ്ങി നൽകുന്നു. അങ്ങനെ ആമിർ ആ ജ്യൂസ് കുടിച്ചുകൊണ്ട് ആമിറിൻ്റെ കഥ വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് ഈ കഥ നിങ്ങളോട് പറയുന്നതിൽ വിഷമമുണ്ട് എങ്കിലും അപ്പോൾ അയാൾ പറഞ്ഞു, സാരമില്ല, നിങ്ങളുടെ കഥ പറയൂ. ആമിർ വീണ്ടും ആമിറിൻ്റെ കഥ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. നിങ്ങൾക്കറിയാമോ, ഞാൻ ഇതുപോലെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഞാൻ വിശന്ന് കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കാരും ഭക്ഷണം വാങ്ങാൻ ഒരു ചില്ലി കാശ് പോലും എനിക്ക് തന്നില്ല. ഞാൻ എല്ലാവരോടും ഇരുന്നു നോക്കി, പക്ഷേ ആരും എനിക്ക് വേണ്ടി സഹായിക്കാൻ, എൻ്റെ കണ്ണീർ കാണാൻ ഒരാൾ പോലുമില്ലായിരുന്നു. ഓരോ വഴിയിലും നിന്നെ കാണുന്നു, ഓരോ മൊഴിയിലും നിന്നെ തേടുന്നു. തീരാ സങ്കടത്തിൻ ഭാരവും പേറി നാഥ നിന്നോടായ കഥകൾ ഓതി. മലിക്കുൽ ജബ്ബാറേ നിൻ കാരുണ്യത്തിനായി മനസ്സായിതാ ഞാനും തേങ്ങിടുന്നല്ലോ. ഇവിടെ കാണുന്നില്ലൊരു പോരി വെളിച്ചം, എവിടെയാണ് റബ്ബേ നിന്റെ തെളിച്ചം? നാഥ, നിന്നോടല്ലാതെ എനിക്കിനി അപേക്ഷിക്കാനില്ല. ജനങ്ങളോട് യാചിച്ച് മടുത്തു. എങ്ങനെയെങ്കിലും എനിക്കൊരു ജോലി കിട്ടണം. ആമിർ അങ്ങനെ ആ റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യുകയാണ്. അവിടെ നിന്നും ആമിറിൻ്റെ മുതലാളി ആമിർ ഇടക്കിടക്ക് നെഞ്ചിങ്ങനെ ചൊറിയുന്നതും അങ്ങനെ ഒരുപാട് അസ്വസ്ഥത കാണിക്കുന്നത് ആ മുതലാളി കണ്ടു. അങ്ങനെ ഒരിക്കൽ ആമിറിനെ ആ മുതലാളി അദ്ദേഹത്തിൻ്റെ ക്യാബിനിലേക്ക് വിളിക്കുകയാണ്. ആമിർ, ഒരു കാര്യം അറിയിക്കാനുണ്ട്. ആമിർ ഇടക്കിടക്ക് ഇവിടെ ഇങ്ങനെ ചൊറിയുന്നതായിട്ട് നമുക്ക് അറിയുന്നുണ്ട്. എന്താണ് അവസ്ഥ? എന്താണിത്? അല്ല, എനിക്കറിയില്ല, എന്തോ ഒരു അലർജി പോലെയാണ്. ആമിർ, അറിയാലോ, ഇതൊരു ഹോട്ടലാണ്. അതുകൊണ്ട് ഇവിടെ ആളുകളുടെ വൃത്തിയുടെ കാര്യത്തിൽ വളരെയധികം സൂക്ഷ്മത വേണം. ഇവിടെ ഇങ്ങനെ അലർജിയുമായി വന്നിരിക്കാനൊന്നും ഇവിടെ ഇരിക്കുന്ന ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആമിറിന് ഇവിടെ ജോലി കണ്ടിന്യൂ ചെയ്യാൻ അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യിപ്പിക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആമിർ വേറെ ജോലി നോക്കണം. മനസ്സോടുകൂടി ആമിർ അവിടെ നിന്നും ജോലിയിൽ നിന്നും ഇറങ്ങുകയാണ്. നാഥ, ഇനി ഞാൻ എന്തു ചെയ്യും? എങ്ങനെയോ കഷ്ടപ്പെട്ട് കിട്ടിയ ജോലിയാണ്. ഈ ജോലി ഇനി ഞാൻ എങ്ങനെ, എൻ്റെ ഉപജീവന മാർഗം എങ്ങനെ കണ്ടെത്തും? ഒരു നേരത്തെ ഭക്ഷണം എനിക്ക് യാചിക്കാൻ വയ്യ. എങ്ങനെയെങ്കിലും എൻ്റെ ജീവിതം ഇനി ഞാൻ എന്തു ചെയ്യും? എങ്ങനെ മുന്നോട്ട് നീക്കും? ഉളുകിൻ ചൂടി ഉടലായി പാദശിരം മൂടി, മണ്ണിൻ മടിയിൽ തിരുനെറ്റി സുജൂദ് ചെയ്ത് ഉരുകുമ്പോൾ, ചുണ്ടിൽ ഇതളുകൾ എൻ്റെ ഇലാഹി കൽബിൻ മൊഴിയുന്ന
ഇലാഹി കൽബിൻ മൊഴിയെന്ന് സമാനിൻ കൂരിരുൾ കാറ്റിൽ സ്വബാഹിൽ പൂവിതറുമ്പോ കൽബുണരൂ കണ്ണുണരൂ സുബ്ഹി വിളി കേട്ടു നീയുണരൂ സമാനിൻ കൂരിരുൾ കാറ്റിൽ സ്വബാഹിൻ പൂവിടരുന്നു. ആമിറിൻ്റെ കഥകൾ കേട്ട് ആ ആ മനുഷ്യനും വളരെയധികം സങ്കടപ്പെട്ടു. അങ്ങനെ അവസാനം ആമിറിനോട് അയാൾ പറയുകയാണ്, ഞാൻ നിങ്ങളെ ഒന്ന് പരീക്ഷിച്ചതാണ്. ശരിക്കും എനിക്ക് ഭക്ഷണത്തിന് എനിക്ക് പണം ആവശ്യമില്ല. എനിക്ക് ഒരുപാട് പണമുണ്ട്. ഞാൻ ഈ സമൂഹത്തിൽ ആരൊക്കെയാണ് സഹായിക്കുക, അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് ആർക്കൊക്കെ, അല്ലെങ്കിൽ ജാതി മത വ്യത്യാസമില്ലാതെ ശരീരത്തിന്റെ നിറം നോക്കാതെ ആരൊക്കെയോ സഹായിക്കും എന്ന് നോക്കാൻ വേണ്ടി നടത്തിയ ഒരു പരീക്ഷണമാണ്. നിങ്ങൾ ആ പരീക്ഷണത്തിൽ വിജയിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഈ കുട നിങ്ങൾക്കുള്ളതാണ്. ഇത് വെറും ഒരു കുടയല്ല. ഈ കുടക്കുള്ളിൽ എന്താണെന്ന് നിങ്ങൾ തന്നെ അത് തുറന്നു നോക്കിയിട്ട് നിങ്ങൾ തന്നെ പറയണം. അങ്ങനെ ആമിർ ആ മനുഷ്യൻ നൽകിയ ആ കുട അങ്ങനെ നോക്കുമ്പോൾ, അങ്ങനെ തുറന്നു നോക്കുമ്പോൾ മാഷാ അല്ലാഹ്, അതിൽ ഒരുപാട് പൈസ, 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകൾ ഒരുപാട് കോമ്പലയായി അങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. അങ്ങനെ ആ വ്യക്തി ആമിറിനോട് പറയാണ്, ഇത് നിങ്ങളുടെ നല്ല മനസ്സിനുള്ളതാണ്. ഇത് നിങ്ങളുടെ നല്ല ഹൃദയത്തിനുള്ള സമ്മാനമാണ്. ഇത് നിങ്ങളുടെ സൗന്ദര്യമുള്ള ഹൃദയത്തിനുള്ളതാണ്, നിങ്ങളുടെ മനസ്സിനുള്ളതാണ്. ഈ പണമെല്ലാം നിങ്ങൾക്ക് സ്വന്തം. ഇന്നു മുതൽ നിങ്ങളൊരു പുതിയ ജീവിതത്തിൻ്റെ ഉടമയാണ്. നിങ്ങളുടെ അസുഖത്തിനുള്ള എല്ലാ മരുന്നുകളും നിങ്ങൾ ഈ പൈസ കൊണ്ട് വാങ്ങണം. നിങ്ങൾ ഇനി മുതൽ നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾ തുടങ്ങണം. ഇന്നലെ വരെയുള്ള ജീവിതമല്ല നിങ്ങളുടേത്. ഇന്നു മുതൽ ഒരു പുതിയ ജീവിതമാണ്. ഇതുകൂടി കണ്ടപ്പോൾ ആമിർ പറഞ്ഞു, ഇല്ല, ഞാനിതിന് ഒരിക്കലും അവകാശിയല്ല. എത്രയോ പാവങ്ങളുണ്ട് എന്നെക്കാളും ആരോഗ്യമില്ലാതെ. അപ്പോൾ അയാൾ പറഞ്ഞു, ഇല്ല, ഇതിന് നിങ്ങൾ തന്നെയാണ് അവകാശി. കാരണം ഞാൻ ഇത് ഒരുപാട് പേരോട് ചോദിച്ചു, ഈ കുടയൊന്ന് വാങ്ങുമോ, എന്നിട്ട് എനിക്ക് ഒരു നേരത്തിനുള്ള ഭക്ഷണത്തിനുള്ള പൈസ തരുമോ. പക്ഷേ ആരും സ്വീകരിച്ചില്ല. ഒരാൾ, ഞാൻ ഈ കുട അദ്ദേഹത്തിന് നേരെ നീട്ടിയപ്പോൾ ആ കുട കൊണ്ട് എന്നെ ചിരിച്ചെറിഞ്ഞു. എന്നെ അവർ ചീത്ത വിളിച്ചു. നിങ്ങളുടെ മനസ്സ് മാത്രമാണ് എന്നെ ഒന്ന് സഹായിക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചത്. അതുകൊണ്ട് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഈ കുടയും ഈ കുടയിലുള്ള എല്ലാ പണവും. ആമിറിന്റെ മനസ്സ് സന്തോഷം കൊണ്ട് ആമിർ നാഥനെ സ്തുതിച്ചു. യാ അല്ലാഹ്, ഇങ്ങനെയും ഒരു പരീക്ഷണമോ? അള്ളാഹുവിനെ ഒരുപാട് അങ്ങനെ സ്തുതിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് ഒരുപാട് വട്ടം പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ ആമിർ കരയിലും കടലിലും നിന്നിൽ കതിരിടും നിൻ കതിർ കാണുന്നു നിന്നയൻ കണ്ടേ മായാത്ത നിറവ് പാരിൽ വിധാനിച്ച താരകപ്പൂക്കൾ വലിയവനെ നിൻ തെളിവ് കുല്ലെന്ന വാക്കാൽ എല്ലാം പടച്ചോനെ കാരുണ്യപ്പൂങ്കതിർ വീശണേ അല്ലാഹ് അഹദീയ ആരാധ്യനേ ചൊല്ലിടാം ഞാൻ നിൻ മദ്ഹുകൾ റാഹിമും നീ
റാസിഖും നീ പാടുന്നിതാ ഞാൻ അപദാനങ്ങൾ അല്ലാ അഹദീയ ആരാധ്യനേ. അതെ അതെ, നമ്മൾ ആളുകളെ പരസ്പരം സഹായിച്ചാൽ, അല്ലെങ്കിൽ വിഷമിക്കുന്നവനെ സഹായിച്ചാൽ, അള്ളാഹു നമുക്ക് ആ നിമിഷത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം കിട്ടുമെന്നുള്ള ഒരു പാഠം കൂടി ഈ ചെറുകഥയിലുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത കഥയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.